പോലെ ഒരു ദൈവമില്ല. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ നമ്മൾ പിന്നെയും ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. ഇന്നത്തെ ഈ സെക്കൻഡ് സെഷൻ പിന്നെയും അനുഗ്രഹിക്കപ്പെടും നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്. കർത്താവദാസൻ ഹല്ലേലൂയ ഡോക്ടർ സിനി ജോയ്സ് മാത്യു മുമ്പോട്ട് വന്ന് പ്രാർത്ഥന നമ്മെ സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ചില മിനിറ്റുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. നമുക്ക് ഹല്ലേലൂയ ഒരു പുതിയ വെളിപ്പാട്, പുതിയ കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ച് ലഭിക്കണം, ദൈവവചനത്തെക്കുറിച്ച് ലഭിക്കണം. നമ്മൾ കേട്ടതുപോലെ കറ, ചുളുക്കം, വാട്ടം ഒന്നുമില്ലാത്ത ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നടത്തണം. ഒടുവിൽ ദൈവമക്കളായി ആ അനുഗ്രഹത്താൽ നമ്മൾ നിറയണം. പ്രൈസ് ഗോഡ്. കരുണാസമ്പന്നനായ പ്രിയപിതാവേ, ഞങ്ങൾ തിരുമുഖത്തേക്ക് ഇന്ന് വൈകുന്നേര സമയത്ത് ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ നിൻ്റെ സല്ലായിരിപ്പൻ തക്കോണം നിങ്ങളെ സഹായിച്ചു. നിൻ്റെ കരുണയ്ക്കും നിൻ്റെ ആശ്വാസത്തിനുമായി നിൻ്റെ മനസ്സിലുമായി ഞങ്ങൾ ആയിരം നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളാകേണ്ടതുപോലെ ആയിത്തീരുവാൻ ആവശ്യമായ സ്വർഗീയമായ കൃപയും സ്വർഗീയമായ അനുഗ്രഹങ്ങളും നൽകിത്തന്ന് നീ ഞങ്ങളെ വീണ്ടും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹമായി കൂടെ ഇരുന്നതിനായി നന്ദി പറയുന്നു. അടുത്തൊരു വർഷക്കാലത്തേക്ക് ആവശ്യമായ സകല കൃപകളും ഈ ദിവസങ്ങളിൽ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകി തന്ന് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ഇന്ന് രാത്രിക്കാലം നിൻ്റെ മേഘത്തിൻ്റെ തണലിൽ കീഴിൽ ഞങ്ങൾ ഇരുത്തുമാറാകണമേ കർത്താവേ. നിങ്ങൾ ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങനെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവവചനം ഇന്ന് രാത്രിക്കാലം അയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൊല്ലൻ്റെ ആയിലെ അഗ്നി പോലെ അത് കടന്നു ഞങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, ഞങ്ങളെ ആകമാനമായി വ്യത്യാസപ്പെടുത്തുവാൻ തക്കവണ്ണം, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽപ്പാൻ തക്കവണ്ണം, പുതിയ തീരുമാനം ഇന്ന് രാത്രിക്കാലം എടുപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേവലം എക്സ്റ്റേണലായിട്ടുള്ളൊരു ചേഞ്ച് അല്ല കർത്താവേ, ഇൻറ്റേണലായിട്ടുള്ള ഡീപ്പായിട്ടുള്ളൊരു ചേഞ്ച് നൽകി തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി താഴ്ച സമർപ്പിക്കുന്നു. രാത്രികാലം വചനം സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങനെ ദാസിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ ഉപയോഗിക്കുമാറാകണമേ, നിങ്ങൾ ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ, നിങ്ങളെ കറക്റ്റ് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാൻ ചെയ്യാൻ മുൻനിർപ്പിക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പം നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ഒരു സഭയിൽ യഥാർത്ഥമായ അംഗങ്ങളായി തീരുമ്പോൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. അങ്ങനെ സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പം ദൈവം നമ്മളെ എങ്ങനെ നടത്തുമെന്നത് ഈ സെക്കൻഡ് സെഷനിൽ ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 18-ാം വാക്യം. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 18-ാം വാക്യം. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും ഇതാ സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രവാചകൻ പറയുകയാണ്, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു അത്ഭുതമാണ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടയാളങ്ങളാണ്. വെറുതെയാണോ ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്? വെറുതെയാണോ ദൈവം നമ്മെ സഹായിച്ചത്? വെറുതെയാണോ ദൈവം നമ്മെ ഉദ്ധരിച്ചത്? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ്. പ്രൈസ് ഗോഡ്. എന്താണ് അത്ഭുതം? നമ്മളെ കാണുന്നവർ പറയണം അത്ഭുതമായിരിക്കുന്നു. ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം നിങ്ങളുടെ ചില വിഷയങ്ങൾ അത്ഭുതകരമായിരിക്കുന്നുവെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടെയുള്ളവർ പറഞ്ഞിട്ടുണ്ടോ? അനുഭവം എത്ര പേർക്കുണ്ട്? ജയോത്സവമായി അത്ഭുതകരമായി ദൈവം സഹായിച്ചു. ഇത് മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ പുറകിൽ അവർക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ അത്ഭുതങ്ങളല്ല, ആ അത്ഭുതം പ്രവർത്തിച്ച ഒരു ദൈവത്തെ. പ്രൈസ് ഗോഡ്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണേണ്ടത്, ആദ്യം കാണുന്നത് അത്ഭുതമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പം അവിടം കൊണ്ട് നിൽക്കരുത്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക് ഒരു അത്ഭുതമായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ഇസഹാക്ക് ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു. അതിലൊരത്ഭുതം എന്നറിയാമോ? നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലെ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ പ്രൈസ് ഗോഡ് 12 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു.
ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അപ്പോൾ ഒരു ദൈവദാസനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അസൂയ തോന്നത്തക്കവണ്ണം അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ചു, വെറും വർധനവല്ല, വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങൾ, വേലക്കാർ, ദാസന്മാർ ഇതെല്ലാം കണ്ടപ്പം ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. നമുക്കൊക്കെ ഇത് കിട്ടിയ ഇങ്ങനെ അവിടെ കൊണ്ട് അവസാനിക്കും. വേറെ ഒരു പരിപാടിയും വേറെ നടക്കത്തില്ല. വേണമെങ്കിൽ കുറച്ചുകൂടെ ധനം മേടിക്കും, കുറച്ചുകൂടെ സമ്പന്നനാകും, കുറച്ചും കൂടെ വേലക്കാരെ കൂട്ടും, 2 പട്ടിയും കൂടെ മേടിക്കും. പ്രൈസ് ഗോഡ്. ഇതിനപ്പുറത്തൊന്നും നടക്കത്തില്ല. പക്ഷേ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുകൊണ്ട് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞപ്പം ആ രാജ്യത്തെ രാജാവും സേനാധിപതിയും രാജാവിൻ്റെ സുഹൃത്തും വന്ന് അബീമേലെക്കും ഫീക്കോലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വന്നിട്ട് ദൈവത്തിന് അഹൂസത്തും വന്നിട്ട് പറഞ്ഞെന്നറിയാമോ? 27-ാം വാക്യം, 26, 27, 28 3 വാക്യം. അനന്തരം അബീമേലെക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗെരാറിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. ആ ഗെരാറിൽ നിന്ന് ആ രാജ്യത്തെ രാജാവും സൈന്യാധിപനും കൂട്ടുകാരനും ആരുടെ അടുക്കൽ വന്നു? ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു. ഏത് ഇസഹാക്ക്? ദൈവം വർദ്ധിപ്പിച്ച, ദൈവം സമ്പന്നനാക്കിയ, ദൈവം ആട്ടുമാട്ടങ്ങളെ കൊടുത്ത, ദൈവം കൂലിക്കാരെ വേലക്കാരെ കൊടുത്ത, മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്കണം അനുഗ്രഹിച്ച ഇസഹാക്കിൻ്റെ അടുക്കൽ രാജാവും മന്ത്രിയും എല്ലാവരും കൂടെ വന്നു. എന്നിട്ട് ഇസഹാക്ക് അവരോട്, നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കൽ വരുന്നു? നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇസഹാക്ക് പറഞ്ഞു, എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? ഒരു രാജാവിനോട് ചോദിക്കുകയാണ്, സൈന്യാധിപനോട് ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ എൻ്റെ പുറകെ വരുന്നത്? ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം കൂടെ ഉണ്ടെന്ന് തോന്നുന്ന ഒരുത്തന് മാത്രമേ ഇത് പറ്റൂ. നമുക്ക് കുറച്ച് അനുഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ പുറകെ ഒരു കാഴ്ചപ്പാടും കൂടെ ഉണ്ടാകണം. ഈ അനുഗ്രഹിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്നെങ്കിൽ അതനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇതൊന്നുമില്ലാത്തൊരു അനുഭവത്തിൽ നമ്മൾ നടക്കും. ഇസഹാക്കിനെ കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കി, ഇതൊന്നുമില്ലാത്ത ഒരു വിശുദ്ധനായി നടന്നു. ഗുണം എന്നാണെന്നറിയാമോ? രാജാവ് വന്നിട്ട് പറയുകയാണ്, സേനാധിപതി വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തിന് പുറകെ വരിക. ഇസഹാക്ക് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ വരുന്നേ? കൊടുത്ത മറുപടി എന്താ രാജാവ് പറഞ്ഞത്? അതിന് അവർ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന്. യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ദൈവം നമ്മളെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചിട്ട് മറ്റുള്ളവർ കാണുമ്പം നമുക്ക് ദൈവം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? പണക്കാരെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാവും, സ്വാധീനമുള്ളവരാണെന്ന് കാണിക്കാൻ പറ്റി കാണും, വലിയ വീടുള്ളവരാണെന്ന് കാണിക്കാൻ പറ്റി കാണും, സാധിച്ചു കാണും, നല്ല ഉദ്യോഗസ്ഥരാണെന്ന് കാണിക്കാൻ സാധിച്ചു കാണും, വലിയ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്നല്ല സമ്പന്നരായ ജനമാണെന്ന് കാണിക്കാൻ സാധിച്ചു കാണും. എന്നാൽ പ്രൈസ് ഗോഡ്, മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നോക്കുമ്പോൾ നിൻ്റെ സ്വത്തിനേക്കാളും നിൻ്റെ സമ്പത്തിനേക്കാളും നിൻ്റെ കാറിനേക്കാളും നിൻ്റെ വീടിനേക്കാളും നിൻ്റെ കൂടെയുള്ള ദൈവത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം ദൈവം തന്നു നമുക്ക്. ഞാൻ വിശ്വാസത്തിന് വരുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നില്ല. വിശ്വാസത്തിന് വന്ന ശേഷം വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ കരമുയർത്തൊരു സ്തോത്രം ചെയ്യേ. ഇനി നാട്ടുകാർ അങ്ങനെ കിട്ടിയതാണോ കാണുന്നത്, അതോ നിൻ്റെ കൂടെ നിനക്ക് അത് തന്ന ദൈവത്തെയാണോ? അബീമേലെക്കും ഫീക്കോലും അഹൂസത്തും പറഞ്ഞില്ല, നിൻ്റെ കൂടെ ആടുമാടുകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നിൻ്റെ കൂടെ ഒരുപാട് സമ്പന്നർ, നിൻ്റെ കൂടെ ഒരുപാട്, നിൻ്റെ വീട്ടിൽ ഒരുപാട് വേലക്കാരികളുണ്ട്, ഞങ്ങൾ അതുകൊണ്ടാണ് വന്നവർ പറഞ്ഞില്ല. നിനക്ക് ഭയങ്കര സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വന്നതല്ല. നീ വിതച്ചിട്ട് 100 മേനി കിട്ടിയെന്ന് കേട്ടു, നീ എന്താ കിട്ടിയെന്ന് കാണാൻ വന്നതല്ല, നിൻ്റെ കൊയ്ത്ത് കാണാൻ വന്നതല്ല, കളപ്പുര കാണാൻ വന്നതല്ല, നിനക്കുള്ള ഒന്നും ഞങ്ങൾ കാണാൻ വന്നതല്ല. ഞങ്ങൾ ഒരു കാര്യം കേട്ടു, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ജനമേ, അനുഗ്രഹം പ്രാപിച്ച ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ കടമയാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കൽ. അത് പറ്റുന്നില്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി മുടക്കിയത് നഷ്ടമാണ്.
ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നന്മകൾ വരുമ്പോൾ, അനുഗ്രഹം വരുമ്പോൾ നമ്മളങ്ങോട്ട് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കും. പ്രൈസ് ഗോഡ്. നമ്മളൊരു സ്ഥലത്ത് ചെന്നു, പണ്ട് കഞ്ഞിക്ക് വകയില്ലാതിരുന്ന സമയത്ത് തേക്കാത്ത ഷർട്ടും ചുളിഞ്ഞ ഒരു പാൻറ്റും ഇട്ട് തേഞ്ഞ ഒരു ചെരുപ്പും ഇട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറി അവിടെ ചെന്ന് ഓട്ടോറിക്ഷ പോലും പിടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് നടന്നൊരു കല്യാണത്തിന് ചെന്ന് കയറിയാൽ നമ്മുടെ മനോഭാവം എന്തായിരുന്നു? കഴിയുന്നത് ആരും കാണരുത്. കാരണം ഞാൻ ബസ്സിനാണ് വന്നത്, എൻ്റെ ഡ്രസ്സ് ശരിയല്ല, എൻ്റെ ഒരു കാര്യത്തിനും മഹത്വം പറയാനില്ല. എന്നാൽ ദൈവം ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി ഇന്നത്തെ പോലെ ആക്കിയെന്ന് വിചാരിക്കുക. നല്ല ഡ്രസ്സ്, നല്ല സ്പെക്സ്, വില കൂടിയ വാച്ച്, പ്രൈസ് ഗോഡ്, മൊബൈൽ ഫോൺ, കോസ്റ്റ്ലി ആയിട്ടൊരു മൊബൈൽ ഫോൺ, പ്രൈസ് ഗോഡ്, ബ്രാൻഡഡ് ഷൂസ്, ബെൽറ്റ്, എല്ലാം ബ്രാൻഡഡ്. മാത്രമല്ല കല്യാണത്തിന് ചെല്ലുന്നത് വില കൂടിയ കാറിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറയും. അതിൻ്റെ വാതൊക്കെ കൊണ്ട് നിർത്തണമെന്ന് പറയും. എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങണം. ഞാനങ്ങ് ചെന്നെന്ന് കാണിക്കണം, എന്നാലേ നമുക്ക് സ്വസ്ഥതയുള്ളൂ. കാറ് ദൂരെ ഇട്ടിട്ട് നടന്ന് ചെല്ലത്തില്ല. ദൈവമക്കളെ, അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ജനം കാണുന്നത് നിൻ്റെ കൂളിംഗ് ഗ്ലാസ് ആണോ, നിൻ്റെ മൊബൈൽ ഫോണാണോ, നിൻ്റെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ചെരുപ്പും ബെൽറ്റുമാണോ, നീ ഇറങ്ങുന്ന വില കൂടിയ കാറാണോ, അല്ലെങ്കിൽ നിന്നെ അനുഗ്രഹിച്ച ദൈവത്തെയാണോ? കാണുന്നവർ പറയണം, ഈ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചതാണ് കേട്ടോ, ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചതാണ്, ആ മനുഷ്യൻ ഈ നിലയിലായത് ദൈവം അനുഗ്രഹിച്ചതാണ്. ആളുടെ ചോദിക്കും, ഏത് ദൈവം? പറയാനുണ്ട്. ചെല്ലുന്നിടത്ത് മുഴുവൻ നീ സാക്ഷിയാകും. ജീവനുള്ള ദൈവത്തിന് സാക്ഷികളാകും. നിൻ്റെ ആടുമാടുകളും നിൻ്റെ ദാസിദാസന്മാരും നിൻ്റെ വർധനവും നിൻ്റെ വിതച്ചതും നിൻ്റെ കൊയ്തതും ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെ സാക്ഷിയായി മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അതിനെന്ത് ചെയ്യണം? മറ്റുള്ളവർ കാണുമ്പം ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്യണം? കയ്യിലൊരു നല്ല മൊബൈൽ കാണുമ്പം ആളുകൾ പറയും, ഇത് നല്ല സാധനമാണ്, എന്താ അതിൻ്റെ വില ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കണം, എൻ്റെ സ്വന്തം ശമ്പളം കൊണ്ട് മേടിക്കാൻ പറ്റാത്തത്, സ്വന്തം കഴിവുകൊണ്ട് മേടിക്കാൻ പറ്റാത്തത്, ഞാനൊരു ദൈവദാസനായതുകൊണ്ട് എനിക്ക് കിട്ടിയതാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴും പോലും ഈ ഫോൺ കണ്ടപ്പോൾ ചിലർ ചോദിച്ചു, ഇത് ആപ്പിൾ S4S ആണോ 5S ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 4S ആണോ 5S ആണോ എന്ന് ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല, 4S ആണെന്നാണ് തോന്നുന്നത്. കാരണം ഇത് അമേരിക്കയിൽ നിന്ന് എനിക്ക് റീപ്ലേസ് തന്നത് ഏത് ദിവസമാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. 54,000 രൂപയുള്ള ഈ ഫോൺ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. എനിക്കിത് കൊണ്ടു നടക്കാൻ എന്നെ പ്രാപ്തനാക്കിയതല്ല, എന്നെ അർഹനാക്കിയ ഒരു ദൈവമുണ്ട്. നിൻ്റെ കയ്യിലുള്ളത് ഓരോന്നും കാണുമ്പം ഇതെനിക്ക് ദൈവം തന്നതാണ്, ഇതെൻ്റെ കർത്താവ് തന്നതാണ്, ഇതെൻ്റെ യേശുവിൻ്റെ വകയാണ്, ഇത് ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ്, ഞാൻ ഉപവസിച്ച് മേടിച്ചതാണ്, ഈ ദൈവമാണ് എന്നെ ഉയർത്തിയത്. ഈ പെസഹ ആചരിക്കുമ്പം ഇസ്രായേൽ മക്കളോട് അവരുടെ പിതാക്കന്മാർ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളുടെ പിതാവ് ദേശാന്തരിയായ ഒരു എബ്രായനായിരുന്നു, അലഞ്ഞു നടന്ന ഒരു വ്യക്തിയായിരുന്നെന്ന്. ഇന്ന് കാണുന്ന പോലത്തെ വീടുണ്ടായിരുന്നില്ല, ഇന്ന് കാണുന്ന പോലത്തെ കാറുണ്ടായിരുന്നില്ല, ഇന്ന് കാണുന്നത് പോലത്തെ വസ്ത്രമുണ്ടായിരുന്നില്ല, ഇന്ന് കാണുന്ന പോലത്തെ സ്ഥാനമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദേശാന്തരിയായിരുന്നു. എന്നാൽ ദൈവം 31 രാജാക്കന്മാരെയും 10 ജാതികളെയും ഓടിച്ച് വാഗ്ദത്ത ദേശം നിങ്ങളുടെ കയ്യിൽ തന്നതാണ്. ഇത് ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇതാണ് അവർ പെസഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ സഹായിച്ചെങ്കിൽ അത് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്കവണ്ണമായി കഴിയുമ്പോൾ
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ദൈവം സഹായിച്ച കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയാനുള്ള എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നിങ്ങൾക്ക് കിട്ടിയ നന്മ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് എത്ര നാളായെന്ന് ആലോചിക്കണം. ഞാൻ ഇന്നലെ വടുതലയിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും കാര്യം പറഞ്ഞു. അതിലൊന്ന് ഷൈമയുടെ കാര്യമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഞാനും ഗ്രേസിയും കൂടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ലൈറ്റ് കണ്ടതും ക്യാൻസറാന്ന് പറഞ്ഞ സാധനം പിറ്റേ ദിവസം ഒരു ചുക്കില്ലാന്നായത് ഓർക്കുന്നുണ്ടല്ലോ? അത് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? ഞാനൊരു 500 പേരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നാട്ടെ. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് 66-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ദാവീദ് പറയുന്നത് 66-ാം സങ്കീർത്തനം 10-ാം വാക്യം എത്ര? 16. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പി. അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. വിവരിക്കണം. ഞാൻ ഇന്നലെ വേറെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഷാജിയുടെ മദറിൻ്റെ കാര്യം പറഞ്ഞു. പുതുതായിട്ട് വരാൻ തുടങ്ങിയ വടുതലത്തെ ഷാജി തൻ്റെ മാതാവിന് സ്കാൻ ചെയ്തിട്ട് 2 ക്ലോട്ട് കണ്ടുപിടിച്ചു. ഒന്ന് സെറിബെല്ലത്തിനടുത്ത് ബ്രെയിനിൽ, 2 ഹാർട്ടിൽ, 2 ബ്ലോക്ക്. ഏജ് ഹോളിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ച ശേഷം സ്കാൻ ചെയ്യാൻ പോയി. 2 ബ്ലോക്കും കാണാനില്ല. ഞാൻ ചോദിച്ചു, അവിടെ ഇരുന്നവരോട് ചോദിച്ചു, ഈ ബ്ലോക്ക് ആ ബ്ലോക്ക് കണ്ടെത്തിയപ്പോൾ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മെഡിക്കൽ ട്രസ്റ്റുകാർ പറഞ്ഞെങ്കിലും അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ അവർക്കൊരു അക്കോമഡേഷൻ കൊടുക്കാനില്ല, കട്ടിലില്ല, കിടത്താൻ സ്ഥലമില്ല. അതുകൊണ്ട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. അബദ്ധം പറ്റിയാലോ വല്ലതും പറ്റിയാലോ എന്നോർത്തുകൊണ്ട് മെഡിക്കൽ സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു അത്രയും നേരം. എന്നിട്ട് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകാനിരിക്കുക. അപ്പോഴാണ് ഏജ് ഹോളിൽ വന്നത്. ആ 2 ഓപ്പറേഷൻ നടന്നിരുന്നെങ്കിൽ 5 ലക്ഷം ബ്രെയിനിലും ഹാർട്ടിലും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ബ്രെയിനിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ആളെ നിങ്ങൾ കണ്ടു കാണും. ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളെ നിങ്ങൾ കണ്ടു കാണും. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞവനെ കണ്ടു കാണും. സ്റ്റെപ്പ് കയറാൻ വയ്യ, നടക്കാൻ വയ്യ, ഓടാൻ വയ്യ, തിന്നാൻ വയ്യ, പിടിക്കാൻ വയ്യ, എന്തൊക്കെ റെസ്ട്രിക്ഷനായി ജീവിതകാലം മുഴുവൻ. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഒരു റെസ്ട്രിക്ഷനുമില്ല. നീ പഴയതിനേക്കാൾ ആരോഗ്യവാനായും മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. 5 ലക്ഷം രൂപ ലാഭിച്ചതല്ല വിഷയം, പഴയതിനേക്കാൾ ആരോഗ്യം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഇങ്ങനെ തത്തി നടക്കുന്നതിനേക്കാൾ എത്ര ഭാഗ്യമാണ്. ദൈവം നിന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യട്ടെ. നിൻ്റെ വിഷയത്തെ ദൈവം തൊടട്ടെ. നിൻ്റെ തലച്ചോറിനെ ദൈവം തൊടട്ടെ. നിൻ്റെ ഹാർട്ടിനെ ദൈവം തൊടട്ടെ. നിൻ്റെ ജോലിയെ ദൈവം തൊടട്ടെ. നിൻ്റെ വർക്ക്ഷോപ്പിനെ ദൈവം തൊടട്ടെ. നിൻ്റെ കമ്പനിയെ ദൈവം തൊടട്ടെ. നിൻ്റെ ബിസിനസ്സിനെ ദൈവം തൊടട്ടെ. നിൻ്റെ തലമുറയെ ദൈവം തൊടട്ടെ. നിൻ്റെ ജീവിതത്തെ ദൈവം തൊടട്ടെ. ഇന്ന് രാത്രികാലം യേശു എന്നെ തൊടണം, യേശുവിനെ തൊടണം. ഉദവര കതുരക ജനബല ധനബല ഹസ്തല ഭൗടക ജവനക രകതകല ചന്ദ്രവാര യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് ദൈവം നിന്നെ തൊടട്ടെ. ദൈവം നിന്നെ തൊടട്ടെ. നിന്റെ വിഷയങ്ങൾ ദൈവം തൊടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളുമായ ദൈവം നിന്നെ നടത്തട്ടെ. ഞാനും എൻ്റെ മക്കളും ഒരു അടയാളമായി മാറണം, ഒരു അത്ഭുതമായി മാറണം. യെശയ്യാവ് പറഞ്ഞു, ഇതാ യഹോവ. യെശയ്യാവ് പറഞ്ഞു 8-ന്റെ എത്രാമത്തെ വാക്യമാ? 18. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. ഞാനും എനിക്ക് തന്ന മക്കളും, നീയും നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും, നീയും നിനക്ക് കിട്ടിയ വീട്, നീയും നിനക്ക് കിട്ടിയ കാറുകൾ, നീയും നിനക്ക് കിട്ടിയ സമ്പത്ത്, നീയും നിനക്ക് കിട്ടിയ ദാസിദാസന്മാർ, നീയും നിനക്ക് കിട്ടിയ തലമുറ, നീയും നിനക്ക് കിട്ടിയ ആരോഗ്യം, ഇത് മുഴുവനും ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമാകണം. ഇന്ന് പകൽ രാത്രികാലം ഞാനൊരു അടയാളമാകണം, ഞാനൊരു അത്ഭുതമാകണം. ഇസ്രായേലിൽ സൈന്യങ്ങളുടെ ദൈവമായ സിയോനിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയ്ക്കൊരു അത്ഭുതം അടയാളമാകണം. അതാകാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് വ്യർത്ഥം, പാഴായിപ്പോയി. ഞാൻ ചോദിക്കട്ടെ,
ഞാൻ പലപ്പോഴും പറയാം, എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഡോസ്റ്റോവസ്കിയുടെ കാരമസോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ലോക ക്ലാസിക്കിനകത്ത് ഇലിനോയിച്ച് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്, അലക്സാണ്ടർ ഇലിനോയിച്ച്. അവൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ദിവാസപ്പനം കണ്ടുകൊണ്ടിരിക്കുക. സാർ അവനെ വിളിച്ചിട്ട് അവൻ അറിയുന്നില്ല, കൈ കൊണ്ടിട്ട് അറിയുന്നില്ല. ഒടുക്കം ഒരു ചോക്ക് ഓടിച്ചിട്ട്, പഴയ കാലത്തെ സാറുമാർ ഒരു ഏററിയും, അവനോട്ട് രണ്ട് തലക്കൊട്ട് ഏറ് കൊടുത്തു. ചോക്ക് വന്ന് കണ്ടപ്പോൾ അവൻ ബോധം വന്നു. അവനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദിച്ചു. അവൻ പറയുകയാണേ, യേശുക്രിസ്തു ഉയർപ്പിച്ച ലാസർ പിന്നെയും മരിച്ചോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. യേശു നേരിട്ട് ഉയർപ്പിച്ചാലും ലാസർ എന്ത് ചെയ്തു? മരിച്ചുപോയി. എന്തൊക്കെ അനുഗ്രഹം ഈ ലോകത്ത് വെച്ച് പ്രാപിച്ചാലും അതിനൊരു പരിമിതിയുണ്ട്. അത് നിന്നുപോകും, അത് മാറിപ്പോകും, അത് ഇല്ലാതെയാകും. എന്നാൽ ആത്മീയമായി വല്ലതും പ്രാപിച്ചാൽ അത് നിനക്ക് കൊണ്ടുപോകാം. ഇന്ന് പകൽക്കാലം ഭൗതികത്തേക്കാൾ ആത്മീയമായ നന്മകൾ, ആത്മീയമായ അനുഗ്രഹങ്ങൾ എനിക്ക് വേണമെന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഭൗതികം വേണ്ടെന്നല്ല, ഭൗതികത്തിൽ കൂടെ നിന്റെ ആത്മീയം വെളിപ്പെടണം. മനസ്സിലായോ? ഭൗതികം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഭൗതികത്തിൽ കൂടെ നിന്റെ ആത്മീയം വെളിപ്പെടണം. എന്ന് പറഞ്ഞാൽ നിന്നെ ഭൗതികമായി അനുഗ്രഹിച്ചത് ആരാണ്? സിയോനിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ. നിങ്ങൾ അവനൊരടയാളമാകണം, അവനൊരു അത്ഭുതമാകണം. പ്രൈസ് ഗോഡ്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചാൽ പറയണം, ഞാൻ എത്തിയതല്ല, ഒരുവൻ എന്നെ എത്തിച്ചതാണ്. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിയിടുമ്പോൾ, മാറിപ്പോയ സന്ദർഭങ്ങളില്ലേ? സാധ്യതകൾ പോയ സന്ദർഭങ്ങളില്ലേ? അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിയിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ,
ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും മടത്തേണേ തിരുവിധം ഇനിയും കൃപ തോന്നി കരുതിടണേ ഇനിയും മടത്തേണേ തിരുവിധം. ഹല്ലേലൂയ. അപ്പം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത് ആരാണെന്ന് ഇതാ സിയോനിലെ യഹോവ എനിക്ക് തന്ന മക്കളും ഞാനും ഇന്ന് ഒരത്ഭുതമായിരിക്കുന്നു, ഒരടയാളമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം ജീവിക്കുന്നെന്ന്, നമ്മുടെ ദൈവം ശക്തനാണെന്ന്, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നവൻ മാത്രമല്ല കഴിവുള്ളവനാണെന്നറിയണം. ഈ ലോകത്തിലുള്ള സകല മഹത്വത്തെയും പിശാച് യേശുവിനെ കാണിച്ചിട്ട് പറഞ്ഞതെന്നറിയാമോ? ഇത് മുഴുവൻ എങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർ ഞാനത് കൊടുക്കുന്നു. അപ്പോൾ സമ്പത്ത് കിട്ടിയിട്ട് ഇത് ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ സംശയം വരും. പക്ഷെ സ്വഭാവത്തിൽ മാറ്റം വന്നാൽ ഒരു സംശയവുമില്ല, ദൈവമാണ് ഇവനെ തൊട്ടത്. മനസ്സിലായോ? കുറെ പാടിയതുകൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല, വേദപുസ്തകം വായിച്ചുകൊണ്ട് കാര്യമില്ല, പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം പാടുന്ന പിശാചുണ്ട്, പ്രാർത്ഥിക്കുന്ന പിശാചുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന പിശാചുണ്ട്, വേദപുസ്തകം നന്നായിട്ട് പ്രസംഗിക്കുന്ന പിശാചുണ്ട്, ഉപവാസം എടുക്കുന്ന പിശാചുണ്ട്. പ്രൈസ് ഗോഡ്. അന്യഭാഷ പറയുന്ന പിശാചുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, വിശുദ്ധിയിൽ ജീവിക്കുന്ന പിശാചില്ല. എന്നിലും നിന്നിലും വിശുദ്ധി വ്യാപരിക്കുമ്പോൾ സോഴ്സ് ഈസ് ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള സോഴ്സാണത്. മനസ്സിലായോ? ഇതെല്ലാം നടത്തിയിട്ട് മ്ലേച്ഛതയിൽ ജീവിക്കുന്നതാണ് പിശാച്. പക്ഷെ നമ്മളിതെല്ലാം നടത്തിയിട്ട് എന്ത് ചെയ്യും? വിശുദ്ധരായി ജീവിക്കും. മനസ്സിലായോ? ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവം ദൈവത്തിന് നമ്മളോട് ചെയ്യാനുണ്ട്, നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ അന്തിമമായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും അത്ഭുത സാക്ഷികൾ ആകണം. യഹോവ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇത് ദേശത്ത് അറിയണം. ഇത് ദൈവമാണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാറ്റം, ആ മാറ്റം സ്വഭാവത്തിൽ, ഇടപാടുകളിൽ, അങ്ങനെയുള്ള സകല വിഷയങ്ങളിലും നമുക്ക് വരുന്ന മാറ്റം, ക്രിസ്തുയേശുവിൻ്റെ ഭാവമുള്ളവരായി നമ്മൾ മാറുന്നത് കാണണം. അപ്പോൾ ജനം പറയും, ഒരു സംശയവുമില്ല, ഇവരെ തൊട്ടത് ദൈവമാണ്. അങ്ങനെ നമ്മൾ സാക്ഷികളാവും. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവനാമം ഉയർത്തപ്പെടണം. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ നാമം നമ്മൾ വായിലെടുക്കുമ്പോൾ 50-ാം സങ്കീർത്തനം നമ്മൾ ദൈവത്തിൻ്റെ നാമം പറയണം. ദൈവത്തിൻ്റെ നാമം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് 50-ാം സങ്കീർത്തനം. അൻപതാം സങ്കീർത്തനം 16 മുതലുള്ള വാക്യങ്ങൾ, 15 മുതലുള്ള വാക്യങ്ങൾ വേണ്ട, ഒരു അതിൻ്റെ 12 മുതൽ 13 മുതൽ. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിന്നെ വിളിക്കുകയും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിന്നെ വിളിക്കുകയും നീ എന്നെ വിളിക്കുകയും, എന്ന് വായിച്ചേ. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇത് നടക്കണം.
ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തണം. നടക്കുന്നുണ്ടോ? ദൈവം നമുക്ക് ഇത്രയും മാറ്റങ്ങൾ തന്നിട്ട് ലോകം മുഴുവനും ആ പെരയുടെ മേളിൽ കയറി വിളിച്ചു പറയാൻ സാധിച്ചിട്ടുണ്ടോ? യേശുവാണ് എന്നെ സഹായിച്ചത്. പ്രൈസ് ഗോഡ്. ദാവീദിനെ കുറിച്ച് നമ്മളറിയാം. യഹോവയുടെ പെട്ടകം ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ, പ്രൈസ് ഗോഡ്, കിരിയാത്തിയാരും നിവാസികൾ എടുത്തു വെച്ച സ്ഥാനത്ത് നിന്ന് കുന്നിന്മേലുള്ള അഭിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ, പ്രൈസ് ഗോഡ്, വീണ്ടും ഹല്ലേലൂയ, ആരുടെ വീട്ടിൽ നിന്ന്? രണ്ടാമത് ഓബേദെദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ദാവീദ് രാജകീയ വസ്ത്രം അങ്ങോട്ട് ഊരി വെച്ചു. എന്നിട്ട് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ഈ പെട്ടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചെയ്ത്, കുതിച്ച് നൃത്തം ചെയ്ത് സന്തോഷിച്ചു. കിളിവാതിലിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്ന മീഖള് തിരിച്ചു വന്നപ്പോൾ ദാവീദിനെ കളിയാക്കി. ദാവീദ് കൊടുത്ത മറുപടി എന്നറിയാമോ? തള്ളയാടുകളെ മേയിച്ചു കൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന്, എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നുപോയ സ്ഥാനത്ത് നിന്ന് എന്നെ കണ്ടെത്തി ഇസ്രായേലിൻ്റെ 12 ഗോത്രത്തിനും രാജാവാക്കിയ ഈ ദൈവത്തെ ഞാൻ ഇതിലും എന്നെ തന്നെ ഹീനനാക്കിക്കൊണ്ട് നമസ്കരിച്ച് ആരാധിക്കും. ഇതാണൊരു ദൈവപൈതലേ, നിനക്ക് ഉയർച്ച വരുമ്പോൾ, നിനക്ക് നന്മ വരുമ്പോൾ, നിനക്ക് ഐശ്വര്യം വരുമ്പോൾ നിന്നിൽ വെളിപ്പെടേണ്ട നിന്റെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആ അപ്രോച്ച്, ഇതാണ് വെളിപ്പെടേണ്ടത്. ദാവീദിനെ ആരാധിക്കാനായിട്ട് 6000 പേരെ പാട്ടുപാടാൻ നിർത്തിയേക്കുന്നത്. അങ്ങനത്തെ 3 സെറ്റോ 4 സെറ്റായിട്ടോ 24,000 പേരുണ്ടായിരുന്നു. 4 സെറ്റുണ്ടായിരുന്നു. ഈ പെട്ടകം കൊണ്ടുവരുമ്പോൾ 24,000 പേരും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാനുണ്ട്. തപ്പ, വിന്നര, കിന്നരം, വീണ മുതലായ എല്ലാ വാദ്യങ്ങളോടും കൂടെ ദൈവത്തെ സ്തുതിക്കാനുണ്ട്. വേണമെങ്കിൽ ഇവരെ കൊണ്ടൊക്കെ സ്തുതിപ്പിച്ചിട്ട് വെറുതെ ഇരുന്നാൽ മതി. ദാവീദിന് കൂടെ നടന്നാൽ മതി. രാജകീയ വസ്ത്രമൊക്കെ വെച്ച്, കിരീടമൊക്കെ വെച്ച് ഈ പെട്ടകത്തിൻ്റെ കൂടെ നടന്നാൽ മതി. ദാവീദിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ തലയിൽ കിരീടം തന്നവൻ ഈ കടന്നു പോകുമ്പോൾ, എന്നെ രാജവസ്ത്രം അണിയിച്ചവൻ കടന്നു പോകുമ്പോൾ അവൻ്റെ മുൻപിൽ ഇതും വെച്ച് നടക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അത് ഊരി വെച്ചു നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നിന്നെ ഉയർത്തിയവൻ ആരാണെന്ന്, നിന്നെ സഹായിച്ചവൻ ആരാണെന്ന്, നിന്നെ അനുഗ്രഹിച്ചവൻ ആരാണെന്ന്, നിന്നെ കണ്ടെത്തിയവൻ ആരാണെന്ന്, നിന്നെ വിടുവിച്ചവൻ ആരാണെന്ന് നമ്മളാണ് ചെയ്യത്തില്ല. വേണേ 10 പാട്ടുകൂടെ കൂടുതൽ പാടാൻ പറയും, 1 പാട്ടുകൂടെ പാടാൻ പറയും. പ്രൈസ് ഗോഡ്. ഞാനതുകൊണ്ട് ഈ സഭായോഗത്തിന് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ് ആദ്യം തൊട്ട് അവസാനം വരെ പാടുന്നതും ആളുകളെ കൊണ്ട് പാടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സന്തോഷമായിട്ട് പാടിക്കോളും. പക്ഷെ എന്നെ വിടുവിച്ച ദൈവത്തിന് ഞാൻ പാടിയില്ലെങ്കിൽ വേറെ ആര് പാടിയാലും ഒരു തൃപ്തിയില്ല. നീ ആരാധിച്ചാൽ നിനക്ക് തൃപ്തി, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് തൃപ്തി, നീ സ്തുതിച്ചാൽ നിനക്ക് തൃപ്തി. നിന്നെയാണ് വിടുവിച്ചത്, നിന്നെയാണ് സഹായിച്ചത്, നിന്നെയാണ് അനുഗ്രഹിച്ചത്. ഈ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ, ഈ ദൈവത്തെ ഹല്ലേലൂയ മറന്നാരാധിക്കാൻ. പ്രൈസ് ഗോഡ്. ഞാൻ പാസ്റ്റർ ആകുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിയാൽ എൻ്റെ ചുറ്റുമുള്ള ആളുകളെക്കാൾ എൻ്റെ ശബ്ദം പൊങ്ങണം. എന്തിനാണെന്നറിയാമോ? ആളാകാനല്ല, എൻ്റെ ദൈവം അത്ര എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ സഹായിച്ചത് ഓർത്ത്, നിങ്ങളെ വിടുവിച്ചത് ഓർത്ത്, നിങ്ങളെ അനുഗ്രഹിച്ചത് ഓർത്ത്, മറ്റുള്ള ആർക്കും ലഭിക്കാത്ത, മറ്റാർക്കും കിട്ടാത്ത നിൻ്റെ സമപ്രായക്കാർക്ക്, നിൻ്റെ കൂടെ പഠിച്ചവർക്ക്, നിൻ്റെ കൂടെ വളർന്നവർക്ക്, നിൻ്റെ കൂടെ നടന്നവർക്ക് ലഭിക്കാത്ത അല്ലേ? നമ്മുടെ കൂടെ പഠിച്ചവരെവിടാന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കൂടെ വളർന്നവരൊക്കെ ഇപ്പോൾ എവിടാന്ന് ആലോചിച്ച് നോക്കി. നീ മേളി വന്നോ? അവരെക്കാളൊക്കെ മേളി വന്നോ? വന്നെങ്കിലൊരു സ്തോത്രം പറ. ദൈവമാണ് കൊണ്ടുവന്നത് കേട്ടോ, നമ്മുടെ കഴിവല്ല. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന പലതും മണ്ടത്തരമാണ്. ഞാൻ നേവിയിൽ ജോലിയായിരുന്നപ്പോൾ ചെയ്തതൊന്നും ഔട്ട്സ്റ്റാൻഡിങ് അല്ലായിരുന്നു. മണ്ടത്തരം ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ ദൈവം അത് ഔട്ട്സ്റ്റാൻഡിങ് ആക്കി മാറ്റിയതാണ്. മനസ്സിലായോ? നിൻ്റെ കൊച്ചു ബുദ്ധിക്ക് അപ്പുറത്തായി അപ്രമേയമായ മറ്റൊരു ബുദ്ധി, മറ്റൊരു കരം, മറ്റൊരു പ്രവൃത്തി നിന്നിൽ കൂടെ വ്യാപരിക്കുന്നുണ്ട്. നീ ഒരു അടയാളമാകാൻ, നീ ഒരു അത്ഭുതമാകാൻ.
നീ ഒരടയാളമാകാൻ, നീ ഒരത്ഭുതമാകാൻ. ഞാൻ നിങ്ങളൊരു സത്യം തുറന്നു പറയും, ഞാൻ ഒരു കാലത്ത് ഒരു പാസ്റ്ററാവുമെന്ന് ആഗ്രഹിച്ചതല്ല, പറ്റുമെന്ന് വിചാരിച്ചതുമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് താളം പോകാതെ ഒരു പാട്ട് എടുത്തിടാൻ അറിയത്തില്ലായിരുന്നു. ഒരു പ്രസംഗം പ്രസംഗിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷേ അറിയത്തില്ലെങ്കിലും വേണ്ടുകയില്ല, ആമേൻ, പാടണമെന്ന് തീരുമാനിച്ചു. അറിയത്തില്ലെങ്കിലും വേണ്ടുകയില്ല, പ്രസംഗിക്കണമെന്ന് തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്. ഇത് രണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഉള്ള അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, ഉള്ള അറിവ് വെച്ച് ഉപവസിക്കാൻ തീരുമാനിച്ചു, ഉള്ള അറിവ് വെച്ച് വചനം വായിക്കാൻ തീരുമാനിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിലെ മർമ്മങ്ങൾ ഗ്രഹിച്ചു കിട്ടത്തക്കവണ്ണം ദൈവമാണ് സഹായിക്കുന്നത്. ദുരബല ഹതുരക ജനബല ദർബര ഖൗദർ ഖൗഡ ശബ്ദർ പൗഡ ശബ്ദക ജനബ. പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിഞ്ഞില്ലാത്തൊരു കാര്യം പറയാം. പലപ്പോഴും ഒരു വാക്യം എടുക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് പ്രസംഗിക്കണമെന്നോ എനിക്ക് ഒരു പിടിയുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, സാക്ഷാൽ വചനമായവൻ, അവൻ്റെ നാമം നമ്മൾ ഉയർത്താൻ തയ്യാറാകുമ്പോൾ വചനം തന്നെ വെളിപ്പെടും, വചനം തന്നെ വെളിപ്പെടും. ആ വചനം വെളിപ്പെടുക മാത്രമല്ല, അത് ജനങ്ങളെ ടച്ച് ചെയ്യും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടും. നമുക്കിതൊന്നും അറിയത്തില്ല. പക്ഷെ അറിയാവുന്ന ഒരുവൻ കൂടെയുണ്ട്. ഞാൻ സമ്പന്നനല്ല, ഞാൻ ദരിദ്രനാണ്, പക്ഷെ എൻ്റെ കൂടെയുള്ളവൻ സമ്പന്നനാണ്. ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, പക്ഷെ എൻ്റെ കൂടെയുള്ളവൻ ബുദ്ധിയുള്ളവനാണ്. ഞാൻ ബലമില്ലാത്തവനാണ്, പക്ഷെ എൻ്റെ കൂടെയുള്ളവൻ ബലവാനാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ ആകപ്പാടെ കാര്യങ്ങൾ അങ്ങോട്ട് മാറും. ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ, ഈ ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ, ഈ ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കാതിരിക്കാൻ, ചെല്ലുന്നിടത്ത് എല്ലാം നിൻ്റെ ദൈവം ആരെന്ന് പറയാതിരിക്കാൻ നമുക്കൊണ്ട് സാധിക്കത്തില്ല. വേദപുസ്തകത്തിലെ വിശുദ്ധന്മാരുടെ ചരിത്രം മുഴുവനും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇതിനെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 25-ഉം 26-ഉം വാക്യം. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. നിനക്ക് നിവേദിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. പ്രാർത്ഥിച്ച് കിട്ടിയത് തന്നവൻ അങ്ങോട്ട് കൊടുക്കുക. സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ദൈവം നിനക്ക് തന്നത് അതുപോലെ കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സാധിക്കണം. എന്നെ ഞാനാക്കിയ ദൈവത്തിൻ്റെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നമുക്ക് സ്വന്തം കാര്യമില്ലാഞ്ഞിട്ടല്ല, കല്യാണത്തിനും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്, കൂട്ടുകാരുടെ കാര്യങ്ങൾക്ക്, ഓഫീസ് കാര്യങ്ങൾക്ക്, മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാനില്ലാഞ്ഞിട്ടല്ല. എൻ്റെ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. എത്ര നാളെ അമ്മച്ചിയുടെ വീട്ടിലൊന്നും ചെന്നിട്ടെന്നറിയാമോ? വേരമില്ലാഞ്ഞിട്ടല്ല, പോകാൻ ആവശ്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതിനേക്കാൾ ദൈവത്തിൻ്റെ കാര്യത്തിന് മാറ്റം വെച്ചാൽ, അതിനേക്കാൾ വലിപ്പം കൊടുത്താൽ, അതിനേക്കാൾ വലുതാണെന്ന് കണ്ടാൽ നിനക്ക് അടങ്ങിയിരിക്കാൻ 1 മണിക്കൂർ പോലുമില്ല. അവൻ്റെ ആ വേല തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. ഇന്ന് രാത്രികാലം ദൈവത്തിന് വേണ്ടി നിന്ന് കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും, ഒരു സംശയവുമില്ല. ഗുണം എന്നറിയാമോ? നീ നേരിട്ട് ചെന്ന് നടത്തുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. നിന്നെക്കൊണ്ട് കൈകാര്യം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് ലിമിറ്റുണ്ട്. എന്നാൽ നിൻ്റെ ദൈവത്തിന് ലിമിറ്റില്ലെന്ന് മനസ്സിലായോ? നിൻ്റെ ദൈവത്തിന് ലിമിറ്റില്ല. ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തിന് ലിമിറ്റില്ലെന്ന്. ഇതെങ്ങനെ മനസ്സിലാക്കണം? നീ ദൈവത്തിൻ്റെ കയ്യിലങ്ങോട്ട് കൊടുക്കണം. ആരെ കൊടുക്കണം? നിന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ,
ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോടും എന്നോടും പറയാനുള്ളതാണ്, എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. എൻ്റെ കരയാൽ നിന്നെ നടത്തിയിടും ധരയാ, എൻ്റെ കത്തിയാൽ എന്നും നടന്നു നിന്നെ നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ കൈവിടുകയില്ല. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ഈ ബാലനായിട്ട് പ്രാർത്ഥിച്ചു, യഹോവ എനിക്ക് തന്നു, ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇത് നമുക്ക് കിട്ടിയാൽ പിന്നെ ദൈവം ഔദാര്യത്തോടെ ചോദിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് പല സഭയിൽ പാഷന്മാർ എന്നിട്ട് തെണ്ടണം. എന്തോ ചോദിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് തന്നത്. ഇങ്ങനെ തെണ്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞു കേട്ടോ. ഇവിടെ ആയാലും തെണ്ടാനോട്ട് സമയവുമില്ല. മനസ്സുണ്ടെങ്കിൽ മനസ്സ് പോലെ ചെയ്ത് വെച്ചാൽ മതി. ഇന്ന് ഓരോരോ സഭകളിൽ തെണ്ടണം. ദൈവം അനുഗ്രഹിച്ചതാണ് എന്നാ തെളിവ്? പ്രൈസ് ഗോഡ്. ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണെങ്കിൽ ദൈവത്തിന് മാറ്റിവെച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കി. കാശിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എല്ലാം ദൈവത്തിൻ്റെ വിഷയം മാറ്റിവെച്ചിട്ടേ എനിക്ക് ബാക്കി പരിപാടിയുള്ളെന്ന്. ദൈവികമായ വിഷയങ്ങൾ മാറ്റിവെച്ചിട്ടേ എനിക്ക് വേറെ പ്രോഗ്രാമുള്ളെന്ന്. അത് ഇൻസ്റ്റാൾമെൻ്റ് അല്ല, ഭർത്താവ് മാത്രം പൊത്ത കൊടുത്തുകൊണ്ട് വരുന്ന പരിപാടിയല്ല. കുടുംബമായി ഞാനും എൻ്റെ കുടുംബവുമോ. ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ രണ്ടിനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് വെക്കുക, തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒന്നും കാണുകയില്ല. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കാലത്തെ പോന്നതാണ്. ഇന്നലെ 2 മണിക്കാണ് ചെന്ന് കയറിയത്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വീട് മുഴുവനും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞങ്ങൾ ദൈവത്തെ സേവിച്ചാൽ ഞങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളും. വീട്ടിൽ ഇരുന്ന് കുറേ കിളച്ചിട്ട് ഒന്നും എല്ലാം ഒത്തിരി നഷ്ടം വന്നിട്ടുള്ളതാണ്. നമ്മൾ വീട്ടിൽ ഇരുന്നോണ്ടേ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ദൈവം നമ്മളെ സഹായിച്ചെങ്കിൽ, ദൈവം നമ്മളെ വിടുവിച്ചെങ്കിൽ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചെങ്കിൽ ഞാനും എൻ്റെ മക്കളും സിയോനിൽ വസിക്കുന്ന ദൈവത്തിന്, യഹോവയ്ക്ക് ഒരടയാളമാണ്, ഒരത്ഭുതമാണ്. അപ്പോൾ ദൈവം ശമൂവേൽ ബാലനെ കൊടുത്തു, ശമൂവേലിനെ സമർപ്പിച്ചു. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, അല്ല 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം 19-20 വാക്യങ്ങൾ. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. പിന്നെ ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് ഗ്രഹിച്ചു. മനസ്സിലായോ? ഗുണമുണ്ടായി. ലോകം മുഴുവൻ പറഞ്ഞു ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. അതുകൊണ്ടുള്ള ഗുണമെന്നാന്നറിയാം, പിറ്റേ ആണ്ട് തൊട്ട് വർഷാന്തരയാഗം കഴിക്കാൻ അമ്മ ചെല്ലുമ്പം അമ്മ അവിടുത്തെ VIP ശമൂവേലിൻ്റെ അമ്മയാണ്. നിൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചാൽ നീ VIP ആകും. മനസ്സിലായോ? അടുത്ത വാക്യം. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. അങ്ങനെയുള്ളൊരു ശമൂവേലിന് ഒറ്റ പ്രത്യക്ഷതയല്ല, വീണ്ടും 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 പ്രത്യക്ഷനാകും. ദൈവം നിന്റെ തലമുറയോട് ഒറ്റ പ്രാവശ്യമല്ല, പിന്നെ 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 നിന്റെ തലമുറയെ ഇടപെട്ട് സഹായിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്.
അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമ്മളെ ദൈവം സഹായിച്ചതാണെന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ അത്ഭുതമാകുന്നത്, നമ്മുടെ അടയാളമാകുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ജോസ് തോട്ടപ്പള്ളി വെല്ലുവിളിച്ചതല്ലേ വീടിൻ്റെ ലോണിൻ്റെ കാര്യം, ഓർക്കുന്നോ? മറന്നുപോയോ? അതൊന്ന് പറയാം. 2 മിനിറ്റുണ്ട്. ജോസ് ഒരു വീട് പണിയുന്ന കാര്യം തീരുമാനിച്ചു. ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് തറക്കല്ലിട്ടതാണ്. പക്ഷെ അതിനോട് വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി എന്തായിരുന്നു, അതെങ്ങനെ തരണം ചെയ്തെന്ന് ഇപ്പോൾ കേൾക്കാം. ആ മരിക്കെടുത്തിട്ട് നാമമഹത്വമുണ്ടാകട്ടെ. ഞാനൊരു വീട് പണിയുവാൻ, എനിക്കൊരു വീട് ദൈവം തന്നിട്ടുണ്ട് 25 കൊല്ലത്തിന് മുമ്പ്. വീണ്ടും ദൈവം എനിക്കൊരു വീടും കൂടി വാങ്ങിക്കുവാനും, ലുലുവിൻ്റെ അടുത്ത് വാങ്ങിക്കുവാനും, സ്ഥലം വാങ്ങിക്കുവാനും ദേവദാസൻ വന്ന് തറക്കിലിടുവാനും തീരുമാനിച്ചു. ഈ തീരുമാനം വാർത്തു, 2 നില വാർത്തു, തേപ്പ് തുടങ്ങി. എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയില്ല. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരാളോടും ഇങ്ങനെ കൈ നീട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തോ എന്ന് വെച്ചാൽ ആരും കാണുക ഒന്നും കൊടുത്തിട്ടുമില്ല. പക്ഷേ ദൈവമേ, നീ എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ തന്നെ എൻ്റെ ഭവനം പണി പൂർത്തിയാക്കണം. പലരും പറഞ്ഞു തനിക്ക് ലോൺ കിട്ടില്ല. എൻ്റെ ആധാരം നഷ്ടപ്പെട്ടു പോയി. ആധാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിധത്തിലും ലോൺ ഒരു ബാങ്കുകാരും കൊടുക്കുന്നത് ശീലമില്ല. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിപ്പോൾ എല്ലാവരും കേൾക്കുന്ന ഓരോ മാനേജർമാരെ എല്ലാം അറിയാവുന്ന ആളാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെ ചെന്നപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ആ ബാങ്ക് തുടങ്ങിയ കാലം തൊട്ട് ഞാൻ ആ ബാങ്കിൽ അക്കൗണ്ടറാണ്. ഞാൻ ചെറിയൊരു തയ്യക്കടക്കാരൻ, ചെറിയ 2 പഴയ മെഷീനിട്ട് തയ്ക്കുന്നവനാണ്. പക്ഷേ എനിക്ക് ആ ബാങ്കിനോട്ട് അവരെന്നെ പലപ്പോഴും സഹായിച്ചിട്ടുള്ള ബാങ്കുകളാണ്. പക്ഷേ ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിൽ ചെന്നപ്പോൾ മാനേജർ മാറിപ്പോയി. അവർ പറഞ്ഞു, ലോൺ തരാൻ പറ്റില്ല, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്, നിങ്ങളെക്കൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഞാനിവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ആധാരമില്ലാത്ത ആൾക്ക് ഞാനെങ്ങനെ ലോൺ തരും? സ്ഥലം തന്ന ആൾ പോലും എന്നെ ചതിച്ചു. വിശ്വസിച്ചുകൊണ്ട് ഞാൻ മേടിച്ച ആൾ പോലും എന്നെ ചതിച്ചു. അപ്പോൾ എൻ്റെ അളിയൻ, എൻ്റെ ഭാര്യയുടെ സ്വന്തം ആങ്ങളെ പോലും തനിക്ക് ലോൺ എൻ്റെ വീട് പണിയുന്ന ആളാണ്, അളിയന് കിട്ടില്ല, കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ പണി 2 നില വാർത്തു, തേപ്പ് തുടങ്ങി. എൻ്റെ കൈ അറ്റട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കൈ അറ്റ് പോകരുത്. അതിൻ്റെ പേരിൽ എനിക്ക് ശരിയാക്കി തന്നെ. ഇത് ഞാൻ എൻ്റെ അളിയനോട് ഒറ്റ വാക്കുകൊണ്ട്, എൻ്റെ സർവശക്തനായ ദൈവം, ഞാൻ ഇറങ്ങി, നീ കണ്ടോ, നീ വീട് പണി തുടങ്ങിക്കോ, ഞാൻ നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് ഇതുവരെ, നീ പണി തുടങ്ങുക, ഞാൻ ഈ വീട് പണി തീർത്തിരിക്കും, എൻ്റെ കർത്താവ് എനിക്ക് തീർത്ത് തരും എന്നുള്ള വിശ്വാസത്താൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പണി കഴിയുകൊണ്ട് ചരൽ മേടിക്കാൻ കാശ് അളിയനുണ്ടാവുമോ? നീ ചരലിറക്കടാ, നീ ചരലിറക്ക്, നീ പണി തുടങ്ങുക, പണിക്കാട് ഞാൻ നിർത്താൻ പറഞ്ഞില്ല, നീ നടത്തിക്കോ, ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത്, നിനക്ക് സാധിക്കുമെങ്കിൽ ശരി, അളിയനെ പറ്റുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സ്ഥലം തന്നവരും പറഞ്ഞു, അവനാ, ഞാൻ ദാരിദ്ര്യക്ക് താഴെയുള്ളവനാ. അപ്പോൾ ആരെങ്കിലും കേട്ടാൽ വിചാരിക്കും ഞാൻ തയ്യക്കാരനാകുമ്പോൾ ദാരിദ്ര്യക്ക് താഴെ നിൽക്കുന്നവനാ, എനിക്ക് 1 രൂപയുടെ അരി കിട്ടുന്നവനാ. വിശ്വസിക്കാൻ സാധിക്കില്ല. എനിക്ക് 1 രൂപ, കാരണം ഞാൻ തയ്യക്കാരനാണ്. എന്നെപ്പോലെ എൻ്റെ ഒരു യൂണിയൻ്റെ രീതിയിൽ കൂടി പോലും എനിക്ക് സമരം ചെയ്ത് ഞങ്ങൾക്ക് 1 രൂപയുടെ അരി മേടിച്ച് തന്ന. അപ്പോൾ നിനക്ക് ദാരിദ്ര്യക്ക് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഗവൺമെൻറ് ലോൺ കൊടുക്കില്ല. എവിടുന്ന് വരുമാനം കാണിക്കും? ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിശ്വസനീയമായി ഞാൻ കടയിൽ നിൽക്കുമ്പോൾ കാനറ ബാങ്കിൽ, ഇപ്പോഴത്തെ ബാങ്കിൽ, കാനറ ബാങ്കിൽ പണ്ടൊരിക്കൽ ഞാൻ സഹായം ചെയ്തൊരു മനുഷ്യൻ, ഒരു മാനേജർ, ഈ ഫോണിലോട്ട്, എൻ്റെ ഫോണിലോട്ട് ഒരു കോള്, ജോസ് തോട്ടപ്പള്ളി, ഞാൻ എടപ്പള്ളി ബ്രാഞ്ച്, എടപ്പള്ളി പള്ളിയടുത്തുള്ള കാനറ ബാങ്കിലെ മാനേജർ ഷീല മാഡത്തിൻ്റെ അടുത്ത്, ഞാൻ പേരടക്കമാണ് ഈ പറയുന്നത്, അന്വേഷിക്കുക. അവരെന്നോട് പറഞ്ഞു, ഒന്ന് വരണം, ജോസ് വീട് വെക്കണമെന്ന് പറഞ്ഞ് ഒരു ലോൺ ഞാൻ തരാം. അപ്പം ഞാൻ വിചാരിച്ചു
സാറാ ചിരിച്ചതുപോലെ എനിക്ക് ഞാൻ വന്ധ്യ, ഞാനെങ്ങനെ എനിക്ക് കിട്ടും? എങ്കിലും ഞാൻ വിചാരിച്ചു, സാറാക്ക് വന്ധ്യയായിട്ടും ദൈവം കൊടുത്തു, എങ്കിൽ ഞാൻ ഒന്ന് പൊയ്ക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മാനേജർ, ഞാൻ ഇതുവരെ ലോൺ അപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹം തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫോം ഒപ്പിടിപ്പിച്ചു. ഞാൻ ഫോം ഒപ്പിട്ടില്ല. ഒപ്പിടാണ്ടിരുന്നു ആ വ്യക്തി. എൻ്റെ ഫോം ഒപ്പിട്ട് എൻ്റെ അടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, തിരിച്ചു പോന്നു. എൻ്റെ പേരിൽ ലോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ആധാരം കിട്ടി. ഈ ആധാരം കൊണ്ടേ കൊടുക്കണം. എല്ലാവരും ലിസ്റ്റ് എഴുതി തന്നു, പല പല ലിസ്റ്റുകൾ എഴുതി തന്നു. അത് മുന്നാധാരവും വേണമെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇതിൽ ഞാൻ പൂട്ടിയാലോ? കൊണ്ടേ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ജോസേ, ഇത് സാധനം ആധാരം ഇല്ലല്ലോ, എന്ത് ചെയ്യും നമ്മൾ? ഞാൻ പറഞ്ഞു, മാഡം ഞാൻ ചോദിച്ചില്ല നിങ്ങൾ എന്നെ വിളിച്ച് ലോൺ തരാമെന്ന് പറഞ്ഞല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഞാൻ നിങ്ങളോട് ലോൺ ചോദിച്ചോ? ഇല്ല, നിങ്ങൾ എന്നെ വിളിച്ചതും. അപ്പോൾ നിങ്ങൾക്കാണ് ബാധ്യത ശരിയാക്കി തരേണ്ടത്. അവരപ്പം തന്നെ അഡ്വക്കറ്റെ വിളിച്ചിട്ട് എൻ്റെ പേപ്പേഴ്സ് കൊടുത്തു. ആദ്യം മുടങ്ങി, രണ്ടാമത് മുടങ്ങി. പറഞ്ഞു കഴിഞ്ഞാൽ സമയം ധാരാളമാവും. മുടങ്ങി ദൈവം, എൻ്റെ സർവശക്തനായ ദൈവം യേശു, ആ അഡ്വക്കറ്റ് ഗോവിന്ദൻ, ചങ്ങമ്പുഴ പാർക്കിൻ്റെ ചങ്ങമ്പുഴ നഗറിൽ താമസിച്ചു, അഡ്വക്കറ്റ് ഗോവിന്ദൻ, അദ്ദേഹം പറഞ്ഞു, മിറക്കിൾ പല ലോണുകൾ എൻ്റെ കൂടെ വെച്ചു. എൻ്റെ ലോൺ മാത്രം പാസ്സായി. മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് ലോൺ തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ജോസിന് ലോൺ തന്നിരിക്കുന്നു. എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ മാനേജർ ഷീല, കാനറ ബാങ്കിൽ ഫസ്റ്റ് മാനേജർ ചെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാം, ഇത് മിറുക്കളായിട്ട് എനിക്ക് ലോൺ തന്നതാണ്. അതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ലോർഡ്. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയിടുമ്പോ, വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ, സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മളെ സഹായിച്ച ദൈവമായി ദൈവം, അല്ലേ? അനുഭവമുണ്ടോ? എത്ര പേർക്ക് അനുഭവമുണ്ട്? എനിക്ക് ഇതിനേക്കാളും പറയാനുണ്ട്. നേരം ഉണ്ടായിരുന്നെങ്കിൽ ലോൺ കിട്ടിയ കാര്യം തന്നെ എടുത്ത് പറഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പ് സോണൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, സീനിയർ മാനേജർ, ക്ലർക്ക്, പ്രൈസ് ഗോഡ്, സകലരും 2 മണിക്കൂർ വേണ്ടി കാത്തിരുന്നു. അന്ന് പകരം ഐസ്റ്റാൻ ഇരിപ്പുണ്ട്. ഐസ്റ്റാൻ വിളിച്ച് പറഞ്ഞു, സംഗതി പോരാൻ പറഞ്ഞു. ജോലി വിട്ട് വരുമാനം ശമ്പളമില്ലാത്തവന് ആര് തരാനല്ലോ? ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ എന്ത് കാണിക്കണം? നന്ദി കാണിക്കണം. ഞാൻ ഐസ്റ്റാൻ അന്ന് സഹായിച്ചത് ഒരു 50 സ്ഥലത്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ 50 സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം വല്ലതും ചെയ്താലുണ്ടല്ലോ, മൂടി വയ്ക്കല്ലേ. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്താൽ, എൻ്റെ ജിബിയുടെയും ജിജുവിൻ്റെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഞങ്ങൾ 100 കണക്കിന് സ്ഥലത്താണ് പറയുന്നത്. ഒരാളെ കിട്ടിയ പറഞ്ഞിരിക്കും. കാരണം അവരുടെ നിരാശ മാറാൻ. എനിക്ക് വേണമെങ്കിൽ പറയാം, മിടുക്കന്മാരാണ് എൻ്റെ പിള്ളേർ. പക്ഷെ ആ മിടുക്ക് തന്ന ഒരു ദൈവത്തെ ആ ലോകം അറിയണം. ബുദ്ധിയും ജ്ഞാനവും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നെബൂഖദ്നേസറിന് ഇതെല്ലാം പോകാൻ ഒരു സെക്കൻഡ് മതിയായിരുന്നു. ഒറ്റ സെക്കൻഡ്. പുല്ല് തിന്നുന്ന കാളയോട് സദൃശമാക്കി തുല്യനാക്കി മാറ്റി.
അപ്പോൾ ഈ ദൈവം നമുക്ക് സഹായിച്ചാൽ യെശയ്യാവ് 8:18 വായിച്ചു. ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും, സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. സിയോനിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കുന്നു. നമ്മളൊക്കെ ഒരു അത്ഭുതമല്ലേ? പക്ഷെ അതറിയണം, അടയാളമാകണം. പ്രൈസ് ഗോഡ്. സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. അടയാളം എന്തിനാ? സൈൻ ബോർഡ് എന്തിനാ? എത്തിക്കാൻ. എവിടെ? ഒരു സ്ഥാനത്തെത്തിക്കാൻ. നമ്മളെ ദൈവം സഹായിച്ചതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ആളെത്തണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളെ സഹായിച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം വെറുതെയാണ്. അങ്ങനെ സംഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സമ്മതിക്കരുത്. പ്രൈസ് ഗോഡ്. ഏത് ഘട്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരറിയണം. നോക്കാം, ഒരു ഉദാഹരണം കൂടെ നോക്കാം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളിയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. എന്തിനാണെന്നറിയാമോ? രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാഞ്ഞതുകൊണ്ട്. രാജാവ് പറഞ്ഞു, നീ മര്യാദയ്ക്ക് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ കൊള്ളാം. ഇവർ പറഞ്ഞു, രാജാവെ, ഈ കാര്യത്തിൽ പ്രതിവാദം പറയാൻ ആവശ്യമില്ല. ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിയും. സിനി അങ്ങോട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് പുറകോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറക്കെ പറയാം. ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉറപ്പുണ്ടോ? എൻ്റെ ദൈവത്തിന് എന്നെ വിടിയിക്കാൻ കഴിയും. ഉറപ്പുണ്ടെങ്കിൽ മോങ്ങരുത്. ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലാം കരയാനുള്ളതല്ല നമ്മൾ. ഞാനൊരൊറ്റ കാര്യം പറയാം. നിൻ്റെ തല വണക്കണ്ടിടത്ത് വണങ്ങിയിരുന്നാൽ, ദൈവസന്നിധിയിൽ വണങ്ങിയിരുന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ തല കുനിക്കണ്ട. നിന്റെ കണ്ണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിറഞ്ഞിരുന്നാൽ ലോകത്തിന് മുമ്പിൽ കരയണ്ടെന്ന്. നിന്റെ മുട്ടുകാലുകൾ ദൈവസന്നിധിയിൽ മടങ്ങിയിരുന്നാൽ ലോകത്തിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇതൊക്കെ ചില സത്യങ്ങളാണ്, ചില യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് ഒരുവനെ പേടിക്കാനുള്ളൂ, ഒരുവനെ സേവിക്കാനുള്ളൂ, ഒരുവനെ വണങ്ങാനുള്ളൂ. ഇവർ പറഞ്ഞു, ഞങ്ങൾ വണങ്ങത്തില്ല, ഇക്കാര്യത്തിൽ പ്രതിവാദം പറയാൻ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് 20-ാം വാക്യം ഒന്ന് വായിച്ച്. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളിയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാണ മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. അങ്ങനെ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. അടുത്ത വാക്യം വായിച്ചു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് രാജാവ് ചാടി എഴുന്നേറ്റു. എന്താ കാരണം? ഒരടയാളം കണ്ടു, ഒരത്ഭുതം കണ്ടു. നിന്നെ എരിയുന്ന തീച്ചുളയിലേക്ക് തട്ടുമ്പോൾ, നിന്നെ ബന്ധിച്ച്, കൈകാലുകൾ ബന്ധിച്ച് 7 മടങ്ങ് ചൂട് പിടിപ്പിച്ച് തീച്ചുളയിലേക്ക് ശത്രു എടുത്തിട്ടാലും അവിടെയും നിനക്കൊരു അടയാളമായി മാറാൻ സാധിക്കും, ഒരത്ഭുതമായി മാറാൻ സാധിക്കും. ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെയും ഒരു അടയാളമായി മാറാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ക്യാൻസർ വന്നാലും നമ്മൾ എന്തായിട്ട് മാറും? അത്ഭുതമായി മാറും, അടയാളമായി മാറും. ദാരിദ്ര്യം വന്നാലോ അടയാളമാകും, അത്ഭുതമാകും.
അപകടം പറ്റിയാലോ അടയാളമാകും, അത്ഭുതമാകും. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ടാലോ അടയാളമാകും, അത്ഭുതമാകും. പരീക്ഷയിൽ പിള്ളേർ നന്നായിട്ട് മാർക്ക് മേടിച്ചാലോ അടയാളമാകും, അത്ഭുതമാകും. ബിസിനസ് സക്സസ്ഫുൾ ആയാലോ അടയാളമാകും, അത്ഭുതമാകും. ജോലി കിട്ടിയാലോ അടയാളമാകും, അത്ഭുതമാകും. മരിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സൗഖ്യം കിട്ടിയാലോ അടയാളമാകും, അത്ഭുതമാകും. ദൈവം എന്ത് ചെയ്താലും ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്താലും നീ ഒരു അടയാളമാകും, നീ ഒരു അത്ഭുതമാകും. മനസ്സിലായോ? ഇതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ദൈവത്തിന് നഷ്ടം. നിങ്ങളെക്കുറിച്ച് ദൈവം, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ദുഃഖിക്കും. മനസ്സിലാക്കണം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ബന്ധിച്ച് തീയിലിട്ടിട്ട് രാജാവും മന്ത്രിമാരും മഹത്തുക്കളും ഭ്രമിച്ച് ചാടി എഴുന്നേറ്റ് അവർ പറഞ്ഞെന്നറിയാം. അടുത്ത വാക്യം, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്? നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. എന്റെ രാജാവേ, ഞങ്ങൾ 4 പേരെ ഇട്ടില്ല. ഇവരാകെ പേടിച്ചു. കാരണം 3 പേരെയാണ് ഇട്ടത്, വേണ്ട 4 പേര് കിടക്കുന്നു. രാജകൽപ്പന ലംഘിച്ചാൽ ഇവന്മാരെയും പിടിച്ചിടും. അതുകൊണ്ട് രാജാവെ, സത്യമായിട്ട് ഞങ്ങൾ 3 പേരെ ഇട്ടുള്ളൂ. രാജാവ് പറഞ്ഞ മറുപടി കേട്ടെ. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. നടക്കുന്നത് ഞാൻ കാണുന്നു. 4-മൻ ആര്? നീ തീച്ചുളയിൽ പോകുമ്പോൾ, നീ തീയിൽ വെള്ളത്തിൽ 7 മടങ്ങ് തുടിപ്പിച്ച തീച്ചുളയിൽ കെട്ടപ്പെട്ടവനായി വീഴുമ്പോൾ, നീ അവിടെ കിടന്ന് കത്തി ചാമ്പലാകാതിരിക്കാൻ, നീ അവിടെ കിടന്ന് കത്തി നശിക്കാതിരിക്കാൻ നിന്നോട് കൂടെ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. അവനാണ് 4-മൻ. ഇന്ന് രാത്രി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് നടത്തുന്ന ദൈവമാണെന്ന്, വിടുവിക്കുന്ന ദൈവമാണെന്ന് അറിയണം. മനസ്സിലായോ? എൻ്റെ ദൈവം ഇതുപോലെ എന്നെ വിടുവിച്ചതാണെന്ന് ആരറിയണം? അടുത്ത വാക്യം വായിച്ചേ. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. പല തീച്ചുകളെ കൂടെ പോയി കേട് തട്ടാതെ വെളിയിൽ വന്നിട്ട് ആരറിഞ്ഞു? ആലോചിച്ച് നോക്കി, ആരറിഞ്ഞു? അടുത്ത വാക്യം, 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. 4-മന്റെ രൂപം ദൈവദൂതനോട് ഒത്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന 4-മൻ യേശുവിൻ്റെ രൂപം മറ്റുള്ളവർ കാണട്ടെ. നിന്റെ തീച്ചുളയിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപം കാണട്ടെ. നിന്റെ വേദനയിൽ പ്രത്യക്ഷപ്പെടുന്ന രൂപം കാണട്ടെ. നിന്റെ നഷ്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ രൂപം കാണട്ടെ. നിന്റെ കഷ്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ രൂപം കാണട്ടെ. നിന്റെ ജീവിതത്തിലെ ദുഃഖത്തിൽ പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ രൂപം മറ്റുള്ളവർ കാണട്ടെ. അതിനാണ് അവൻ പ്രത്യക്ഷനായത്. 4-മത്തെ രൂപം ദൈവദൂതനോട് തുല്യമായി. അടുത്ത വാക്യം, നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്ത് ചെന്നു. മനസ്സിലാക്കണം, ഭയങ്കര ചൂടാ. പക്ഷേ അതിനേക്കാൾ ചൂടകത്ത് കണ്ടപ്പം ഇവിടുത്തെ ചൂട് വിഷയമല്ലാതായി. അത്ഭുതം കണ്ടാൽ, അടയാളം കണ്ടാൽ ജനം ചാടി വരും. അടുത്തത്, അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവേ. ടൂൺ മാറിയുണ്ടോ? എൻ്റെ ദൈവമൊന്നും ദൈവമല്ലെന്ന്, ഈ സ്വർണബിംബം ദൈവമല്ലെന്ന് വിളിച്ചു പറഞ്ഞു. അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ശദ്രക്കെ മേശക്കെ അബേദ്നെഗോവേ, എന്നെ നിന്നെ വിടുവിക്കുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കണം, നമ്മൾ സേവിക്കുന്ന ദൈവം അത്യുന്നതനായ ദൈവത്തെയാണ്. അത്യുന്നതനായ ദൈവത്തെയാണ്. അത്യുന്നതനായ ദൈവത്തെയാണ്. ഞാൻ സേവിക്കുന്ന യേശു അത്യുന്നതനാണ്. ഇവൻ്റെ മേലെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. നിന്നെപ്പോലെ മറ്റാരുമില്ല. ഇത് പാടിയാൽ പോരാ, കാണിച്ചു കൊടുക്കണം. ജീവിതത്തിൽ കഷ്ടം വന്നപ്പോൾ വിടുവിച്ചത്, ദുഃഖത്തിൽ നിന്ന് വിടുവിച്ചത്, ഭാരത്തിൽ നിന്ന് വിടുവിച്ചത് എന്തിനാ? നീ ഒരു അടയാളമാകാൻ, നീ ഒരു അത്ഭുതമാകാൻ. വായിച്ചതാവട്ടെ. പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോ എവിടെ നിന്ന് പുറത്തു വന്നു? അന്ന് വരെ ആ തീച്ചുളയിൽ നിന്ന് ഒരുത്തനും പുറത്തു വന്നിട്ടില്ല. ഇട്ടവനൊക്കെ ചാരമായി. എന്നാൽ അവൻ പുറത്തു വന്നു, ഇവർ പുറത്തു വന്നു. നിന്നെ ഇട്ട തീച്ചുള അത് അനേകരെ ദഹിപ്പിച്ച തീച്ചുളയായിരിക്കും, അനേകരെ ചാരമാക്കിയ തീച്ചുളയായിരിക്കും. എന്നാൽ ദൈവത്തിലെ ഞാനും നീയും കടന്നു പോകുന്ന തീച്ചുള ആ നിന്നെ ദഹിപ്പിക്കുന്ന തീച്ചുള അല്ല. നീ വെളിയിൽ വരുത്തുന്ന ഒരു കൂടെയുണ്ട്. നിന്നെ
ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നട കൊണ്ടോൻ താൻ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല, അഗ്നിയതിൽ നാലാമൻ താൻ, ആഴിമേൽ നട കൊണ്ടോൻ താൻ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ഭീകരമാം ചെങ്കടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. മഹത്വരാജനായി, സേനയിൻ വീരനായി, അഭയം താനവർക്കെന്നുമേ. ശദ്രകിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് ആര് പറയണം? നിന്നെ ഉപദ്രവിച്ചവർ പറയണം, നിന്നെ തീച്ചുളയിലിട്ടവർ പറയണം, നിൻ്റെ കയ്യും കാലും കെട്ടിയവർ പറയണം, നിന്നെ നശിപ്പിക്കാൻ നോക്കിയവർ പറയണം, നിന്നെ തകർക്കാൻ നോക്കിയവർ പറയണം. ഇവർ സേവിക്കുന്ന ദൈവം ശക്തനാണ്. നിനക്കെതിരായി ആഭിചാരം ചെയ്തവർ പറയണം, ഇവർ സേവിക്കുന്ന ദൈവം ശക്തനാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. അത് പറയിപ്പിക്കും കേട്ടോ, അത് ദൈവം പറയിപ്പിക്കും. എപ്പോഴാണെന്നറിയാമോ? അവരവരുടെ പഠിച്ച പണി 18 നോക്കിയിട്ട് നീ മേലോട്ട് പോയിക്കൊണ്ടിരുന്ന് കാണുമ്പോൾ അത് പറയും, പ്രൈസ് ഇസഹാക്ക് ദേശത്ത് വിതച്ചു, 100 മേനി വിളവ് കിട്ടി, അവൻ ഹല്ലേലൂയ, അവനെ ദൈവം വർദ്ധിച്ചു മഹാധനവാനായി തീർന്നു. ഫീക്കോലും അബീമേലെക്കും വന്നിട്ട് പറഞ്ഞു, അഹൂസത്ത് വന്നിട്ട് പറഞ്ഞു, യഹോവ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് എനിക്കും വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 28. അതിനവർ യഹോവ നിന്നോടുകൂടി ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം. സത്യബന്ധമുണ്ടാണ്. അങ്ങനെ വിശ്വാസത്തിൽ ആളുകൾ വരണം. മനസ്സിലായോ? അല്ലാതെ ഈ വേപ്പിടി കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് കേട്ടിട്ട് അവർ പറയണം, എനിക്കും നിനക്കും തമ്മിൽ ഒരു സത്യബന്ധമുണ്ടാകണം, ഒരു നിത്യബന്ധമുണ്ടാകണം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തി സഹായിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുക. കരം ഉയർത്തിയൊരു സ്തോത്രം ചെയ്യാം.
തുടർന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കുവാൻ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാൻ ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. 2 പേര് പ്രാർത്ഥിച്ച് സമയമുള്ളതുകൊണ്ട് അവസാനിപ്പിക്കാം. ആദ്യം ഐസ്റ്റാൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം സ്തോത്രം കർത്താനദാസൻ പാസ്റ്റർ കെ വി സാമുവൽ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധൻ